ജസ്റ്റ് 28 ദിവസം കൊണ്ട് നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുള്ളൂ. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു 28 ഡേയ്സ് കംപ്ലീറ്റ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഗൈഡുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ now without wasting much more time, let's get right into it. ഒരു ഫ്രഷ് ആൻഡ് ഗ്ലോയിങ് ഫേസ് എന്ന് പറയുന്നത് ഏകദേശം എല്ലാവർക്കും തന്നെ ഒരു പക്ക കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കും. ബട്ട് ഇതൊരു ഓവർനൈറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ല. നിങ്ങൾ പേഷ്യൻസോടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് ഇതിനു വേണ്ടിയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൂടുതൽ ക്ലിയർ സ്കിന്നും അതേപോലെ തന്നെ ഷാർപ്പ് ഫേഷ്യൽ ഫീച്ചേഴ്സ് വന്നാൽ നിങ്ങൾ ആ ഒരു ഗോളിലോട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു 28 ഡേയ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഗൈഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ്. നിങ്ങളുടെ സ്കിന്നെ പ്രോപ്പറായിട്ട് നറിഷ് ചെയ്യുക. ഒരു ക്ലീൻ ഫേസ് ആൻഡ് ഹെൽത്തി സ്കിൻ നിങ്ങളുടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കൺസിഡർ ചെയ്തതിന് ശേഷം ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്ലെൻസർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓയിൽ ഫ്രീ ക്ലെൻസർ യൂസ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ടു യൂസ് എ ഗുഡ് ടോണർ ടു ബാലൻസ് ദ pH ലെവൽസ് ആഫ്റ്റർ ക്ലെൻസിങ്. Now make sure that you remove all the makeup and dirt before you sleep. ഇതിനായി നിങ്ങളൊരു ഡീപ്പ് ക്ലെൻസർ യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ യൂസ് എ ഗുഡ് നൈറ്റ് ക്രീം ഓർ സെറംസ് റിച്ച് ഇൻ വൈറ്റമിൻ സി ഓർ റെറ്റിനോൾ ഫോർ ദ സ്കിൻ റിപ്പയർ. നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വീക്ക്ലി വൺസ് ഒരു ജെന്റൽ എക്സ്ഫോലിയേഷൻ ചെയ്യുക. ദിസ് വിൽ ഗീവ് യുവർ സ്കിൻ എ ഫ്രഷ് ആൻഡ് റേഡിയൽ ലുക്ക്. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഹൈഡ്രേഷൻ ഈസ് ലിറ്ററലി ദ കീ ഫോർ എ ഹെൽത്തി സ്കിൻ ആൻഡ് എ ഗ്ലോയിങ് ഫേസ്. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഗ്ലോവിനെയും ആ ഒരു ഫ്രഷ് ലുക്കിനെയും എടുത്ത് മാറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും മാക്സിമം നിങ്ങളുടെ ബോഡീനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. നിങ്ങളൊരു ദിവസം മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഗ്ലോയിങ് ആൻഡ് ഫേം ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മോർ ഓവർ വാട്ടർ വിൽ ഹെൽപ്പ് യു ഫ്ലഷ് ഔട്ട് ഓൾ ദോസ് ടോക്സിൻസ് ആൻഡ് കീപ് യുവർ സ്കിൻ ഹൈഡ്രേറ്റഡ് ത്രൂ ഔട്ട് ദ ഡേ. അതുപോലെ തന്നെ വാട്ടർ റിച്ച് ഫുഡ്സ് ആയിട്ടുള്ള കുക്കുംബർ, വാട്ടർമെലൺ, ഓറഞ്ചസ് അതൊക്കെ നിങ്ങളുടെ ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഫുഡ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ ഹൈഡ്രേഷൻ ബൂസ്റ്റ് തരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നൗ ഇതൊരു ഫൺ പാർട്ടാണ്. ഫേഷ്യൽ എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേഷ്യൽ മസിൽസ് ഫോം ആവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഷാർപ്പ് ആവുകയും ചെയ്യും. സോ ഇത് നിങ്ങൾ മാക്സിമം റെഗുലറായിട്ട് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോ ലൈൻ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കൗട്ടാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൗത്ത് ഓപ്പൺ ചെയ്യുക ആൻഡ് ദെൻ യു പുഷ് യുവർ ലോവർ ജോ ഫോർവേഡ്. ആൻഡ് അതിനുശേഷം നിങ്ങൾ ഈ ഒരു പൊസിഷൻ തന്നെ ഏകദേശം ഒരു 10 to 15 seconds ഹോൾഡ് ചെയ്യുക. ആൻഡ് ദെൻ യു റിപ്പീറ്റ് ദ സെയിം ഫോർ 10 times in a row. സോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വെൽ ഡിഫൈൻഡ് ആൻഡ് ഷാർപ്പർ ജോലി എന്ന ആ ഒരു ഗോളിലോട്ട് നിങ്ങൾ ഏകദേശം എത്തിക്കണം. സോ അത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു അട്രാക്റ്റീവ് ആൻഡ് ഷാർപ്പർ ചീക്ക് ബോൺസ് ആണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു അട്രാക്റ്റീവ് ഹോളോ ചീക്സ് ആണ് നിങ്ങൾക്ക് ഇനി വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്കിയുള്ളതിനൊപ്പം ആഡ് ചെയ്യുക. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ വായിലോട്ട് നല്ല രീതിക്ക് എയർ നിറയ്ക്കുക. ആൻഡ് ദെൻ യു പഫ് ഔട്ട് യുവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചീക്സ് ആൾട്ടർനേറ്റീവ്ലി. ആൻഡ് ഇത് നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഒരു റോയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് അതിനുശേഷം നിങ്ങളൊരു സ്മൈലിംഗ് പൊസിഷനിൽ നിന്നിട്ട് അതൊരു 10 സെക്കൻഡ് അറ്റ് എ സ്ട്രെച്ച് നിങ്ങളൊരു 10 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സോ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചീക്ക് മസിൽസിനെയും ചീക്ക് ബോൺസിനെയും എല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്യാനും ആൻഡ് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു അട്രാക്റ്റീവ് ഹോളോ ചീക്സ് എന്ന ആ ഒരു ഗോളിലോട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു വർക്കൗട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലൊരു ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. കാരണം ഈ ഒരു ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഹെൽത്തി ഡയറ്റിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ ആയിരിക്കും. ഗ്രീൻ ടീ, ബെറീസ്, നട്ട്സ് ആൻഡ് സ്പിനാച്ച് ഇതേപോലെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ദീസ് ഫുഡ് ഐറ്റംസ് വിൽ ഹെൽപ്പ് യു പ്രൊട്ടക്ട് യുവർ സ്കിൻ ഫ്രം ഡാമേജ് ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് ടച്ച്. ആൻഡ് omega 3 റിച്ച് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഫിഷ്,
വാൾനട്ട്സ് അതേപോലത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങളുടെ ഒരു സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു പ്രോപ്പർ സ്ലീപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ് ക്ലാരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ് എങ്കിലും എടുക്കാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ഒരു സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് കീപ്സ് യുവർ ഫേസ് റിഫ്രഷ്ഡ് ആൻഡ് റെഡ്യൂസസ് പഫ്നെസ്. നൗ സൺ ഡാമേജ് നിങ്ങളുടെ സ്കിന്നിന് വളരെ ഹാംഫുൾ ആയിട്ടൊരു ഫാക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ UV റേസ് കൊണ്ട് നിങ്ങളുടെ സ്കിൻ അല്ലെങ്കിൽ ഫേസിന് ഡാമേജ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് എപ്പോഴും ഒരു സൺ പ്രൊട്ടക്ഷൻ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഈവൻ ഇഫ് അതൊരു ക്ലൗഡി ഡേയ്സിലാണെങ്കിൽ കൂടെ നിങ്ങൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ എന്തെങ്കിലും കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ടോ പ്രിഫർ ചെയ്യുക. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ചൂസ് ദ SPF 30 or higher ഫോർ ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ. ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ നിങ്ങൾ എത്ര ടൈം ഒരു ദിവസം സ്കിൻ കെയർ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു സൈഡിൽ നിൽക്കട്ടെ. ബട്ട് ഇതിനൊപ്പം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിന് വളരെ വേഴ്സായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം സ്ട്രെസ്സ് നിങ്ങളുടെ ഫേസിന് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഫേസ് പഫിനെസ്, ആക്നെ, ഡൾ സ്കിൻ, പിമ്പിൾസ് അതേപോലെയുള്ള കുറേ പ്രോബ്ലംസിലോട്ട് നിങ്ങളുടെ സ്കിന്നിനെ ലീഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് കൂടെ നിങ്ങളുടെ ആ ഒരു സ്കിൻ കെയർ റുട്ടീനിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ടൈം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ട്രൈ ചെയ്യുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 10 minutes എങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. കാരണം ഇത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഫേസിലോട്ടുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത് നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ കൺസിഡർ ചെയ്യുന്ന ടൈമിൽ വളരെ ഗെയിം ചേഞ്ചർ ആകാൻ പറ്റുന്ന ഒരു ഫാക്ടർ കൂടെയാണ്. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ, അതായത് നമ്മുടെ ഈ ഒരു 28 days കംപ്ലീറ്റ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഗൈഡിലെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്സും നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട്, കറക്റ്റായിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ജസ്റ്റ് 28 days നിങ്ങൾക്ക് നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നൗ ദാറ്റ്സ് ഇറ്റ് മൈ ഫ്രണ്ട്സ്. വിൽ ക്യാച്ച് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.